മോനെ ശങ്കര, ഇന്നലെ ചേട്ടൻ വിളിച്ചായിരുന്നു. എന്താ പറഞ്ഞ? കുഞ്ഞിനെ കാണാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. കാണാനാണോ അതോ നോക്കാനാണോ? എന്തിനാടാ ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ എന്താണമ്മേ, കുട്ടി ജനിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണോ വിളിക്കുക? അവളുടെ കുട്ടിക്ക് നോക്കാൻ ഒരാൾ വേണമായിരിക്കും, അതുകൊണ്ട് അമ്മേനെ വിളിക്കുന്നത്. നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? നീ ഇനി അവിടെ നിന്ന് പഠിച്ചാ മതിയെന്നാ പറഞ്ഞ്. അതുകൊണ്ടാ നമ്മളെ അങ്ങോട്ട് വിളിച്ച്. എന്ത്? നീ കേട്ടതൊക്കെ സത്യമാ. ഫൈനൽ സെമസ്റ്ററിൽ എങ്ങനെയാ കോളേജ് മാറ്റാൻ പറ്റുക? കുഞ്ഞിനെ കാണാൻ നിന്റെ അച്ഛനെ പോലെ തന്നെ ഉണ്ട്. നമുക്ക് പോകാം മോനെ. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തിനെ കുറിച്ചടി? എന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? ഇവിടെ എന്റെ അനുജത്തി ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ നിങ്ങളുടെ അനുജനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്നിട്ടാണ് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നത്. കല്യാണത്തിന് ചെക്കനെ മാത്രം മതി, പക്ഷെ അവന്റെ ബന്ധുക്കൾ ആരെയും വേണ്ടേ നിങ്ങൾക്ക്? എന്താ അവിടെ പിറുപിറുത്തോണ്ടിരിക്കുന്നത്? ആ, അതാ ഹോസ്റ്റലിനെ കുറിച്ചല്ലേ, അത് ഞാൻ സംസാരിച്ചടി. പ്രിൻസിപ്പൾ എന്റെ പരിചയക്കാരനാ. ചെല്ല്, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വന്നു. ഒന്നുമില്ലടാ മുത്തേ, മക്കൾ ഉറങ്ങിക്കോ. ദേ നോക്ക്, ഞാൻ നിന്നോട് വീണ്ടും പറയാ, നീ അവനെ ഒറ്റപ്പെടുത്തി സംസാരിച്ച 1 മിനിറ്റ് പോലും അവൻ ഇവിടെ നിൽക്കില്ല. അതാണല്ലോ എനിക്ക് വേണ്ടത്. ചച്ച, ആ വരൂ അമ്മേ, വരൂ വരൂ. യാത്രയൊക്കെ സുഖമായിരുന്നു അമ്മേ? എന്റെ അമ്മു, സുഖമായിരുന്നു മോളെ. നിനക്ക് സുഖമാണോ? സുഖാണമ്മേ. അല്ല, എന്റെ പേരക്കുട്ടി സുഖാണോ? അല്ല, എന്റെ പൊന്നു മോനെ, താരത് എന്തെടുക്കുവാ മോനെ? ചിച്ചി ദേ ചെറിയച്ഛനെ കണ്ടോ? ചെറിയച്ഛനെ നോക്കി ചിരിക്കാണോ മോനെ? എന്റെ ചക്കരയല്ലേ. കുഞ്ഞിനെ കാണാൻ നിന്റെ അച്ഛനെ പോലെ തന്നെ ഉണ്ട്. മോനല്ലേ? അമ്മയ്ക്കോ? വേണ്ട മോളെ. എന്തെന്തേ ചിരിക്കുന്നേ? എന്റെ പൊന്നേ, മുത്തശ്ശിയെ കണ്ട് ചിരിക്കുകയാണോടാ കുട്ടാ? എവിടെ ഒന്നുകൂടെ ചിരിച്ചു കാണിച്ചേ. ആരാ ചെയ്തത്? നമ്മുടെ പപ്പുവാടാ. പപ്പുവോ? അത് തന്നെ നമ്മുടെ അനന്യ. ഓ, അവളെ മെഡിസിൻ പൂർത്തിയാക്കിയോ? ഇപ്പൊ 3ാമത്തെ വർഷമാണ്. അവൾ ഇവിടെയാണോ ഉള്ളത്? ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോണെങ്കിൽ 2-3 ബസ് കയറി ഇറങ്ങണം. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. വാ ആന്റി, വന്നിട്ട് കൊറേ നേരമായോ? ഇപ്പൊ വന്നതേ ഉള്ളൂ മോളെ. നിന്നെ കുറിച്ച് ചോദിച്ചതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വൈകുന്നേരം വരുമ്പോ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേക്ക്. എന്തിനാ മോളെ അവനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇവനിവിടെ ഉണ്ടല്ലോ. എടാ ശങ്കര, ചെന്നത് മേടിച്ചോണ്ട് വന്നോ. ഞാനോ? ഇവിടെ എനിക്കെന്താ അറിയാനാ? എല്ലാത്തിനും എനിക്കെന്തറിയാനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ ചെയ്യാന്? പുറത്തിറങ്ങി അന്വേഷിക്ക്. ഇല്ലെങ്കിൽ ഈ കുട്ടിയെ കൂടെ കൂട്ടിക്കോ. ഹലോ ഹലോ, എന്താ വേണ്ടേ? 1 കിലോ സാമ്പാർ പപ്പു, 1 കിലോ പൈത്തൻ പപ്പു, 1/4 കിലോ പിസ്ത. ഒരു മിനിറ്റ് നിക്ക്, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇങ്ങോട്ടാ. ഹലോ, ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. 2 റിൻസു. ഇത് എന്ത് ഫോണാണോ? ഒന്നും കേക്കുന്നില്ല മോനെ. ഫോൺ പോന്നതുമില്ല, ഇട്ട കാശ് തിരിച്ചു. അത് ശരി. 1 രൂപയും കൂടെ ഇട്ട് നോക്ക്, അപ്പൊ ശരിയാവും. ഇതുവരെ 5 രൂപ ഇട്ടതാ മോനെ. കാലത്തെ വന്ന് ശല്യം ചെയ്യല്ലേ മച്ചി. ബോക്സിന്റെ താക്കോല്ല 1 മണിക്കൂറെങ്കിലും ആവും തുറക്കാൻ. പോയിട്ട് പിന്നെ വാ. ഇന്നത്തോടെ 8 ദിവസമായി മോനെ എന്റെ മോനോട് സംസാരിച്ചിട്ട്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് വേണമെങ്കിൽ വാങ്ങിച്ചോ. വന്നിരിക്കുന്നു. ഫോൺ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നമ്പർ കറക്റ്റായിട്ട് അടിച്ചോ. താക്കോല് കിട്ടിയാലേ കാശ് എടുക്കാൻ പറ്റും. ഈ 5 രൂപ കൊണ്ട് നിന്റെ വയറ് നിറയോ? ഇവർക്ക് ഇവരുടെ മകനോട് സംസാരിച്ച മനസ്സ് നിറയും. ഇവരെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? ഒരുപാട് നന്ദിയുണ്ട് മോനെ. എന്റെ മോൻ നന്നായിരിക്കണം. എഡ്യൂക്കേഷനേക്കാൾ ക്യാരക്ടറിനാണ് പ്രാധാന്യം. ഗുഡ് പെർസെന്റേജ്, ഗുഡ് കോണ്ടാക്ട്. സാറേ, അത് പിന്നെ ആ ഹോസ്റ്റൽ റൂമിന്റെ കാര്യം. ഹോസ്റ്റൽ റൂമെല്ലാം ഫുള്ളായല്ലോ. മറ്റൊന്നുമല്ല, 6 മാസം മുൻപ് ഒരു സ്റ്റുഡന്റ് ഒരു റൂമിൽ സൂയിസൈഡ് ചെയ്തു. അതുകൊണ്ട് ആ റൂമിൽ ആരും താമസിക്കില്ലെന്നാ പറയുന്നത്. സാറില്ല, ഞാൻ താമസിച്ചോളാം സാർ. വേണ്ടടാ, നമുക്ക് പുറത്തെവിടെങ്കിലും റൂം നോക്കാം. ഞാൻ താമസിച്ചോളാം സാർ. അത് വേണ്ടടാ, ആ റൂം എന്തിനാ? സാറില്ലെന്ന് പറഞ്ഞില്ലേ? ഇതാ നോക്ക്, പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഭയക്കുന്നത് ഭീരക്കളാ. ധൈര്യശാലികൾക്ക് മുമ്പിൽ പ്രശ്നങ്ങളൊന്നും തോറ്റിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോ എന്തിനാ ഡിസ്കറേജ് ചെയ്യുന്നത്? ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഡാഡി, നിങ്ങൾ ചോദിച്ച കവർ. നീ ചെല്ല്. ഓക്കെ ഡാഡി. നാരായണ, എന്തോ ഒരു വൃത്തികെട്ട ശബ്ദം കേട്ടല്ലോ. പറഞ്ഞു വിട്ടേക്ക്.
ഇയാളെ കൊണ്ട് ഞാൻ ചെന്ന് തലവെച്ചു കൊടുക്ക്. ഞാനോ? എന്തിന്? മറവിരോഗമുള്ള സത്യനാരായണൻ എന്ന ഹോസ്റ്റൽ വാർഡൻ കം മെസ് കോൺട്രാക്ടർ. ചെല്ല്. ഓ ഓ. എന്താണാവോ എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങളല്ലേ പ്രിൻസിപ്പള്? യൂസ്ലെസ് ഫെല്ലോ. എങ്കിൽ നിങ്ങൾ തന്നെ. ഇവന്റെ പേര് ശങ്കർ, പുതിയ അഡ്മിഷനാ. തന്റെ ജോലിയും കൂടി ഞാനോട് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിൽ റൂം അലൗഡ് ചെയ്തിട്ടുണ്ട്. റൂം നമ്പർ 119. കൊണ്ട് കാണിക്കേ. വാടോ നാരായണ. പുള്ളിക്ക് കുറച്ച് ഓർമ്മ കുറവുണ്ട്. യൂസ്ലെസ് ഫെലോ. എനിക്ക് ഓർമ്മ കുറവാണെന്ന്. ആരാ? അല്ല, ഇതാരാ? സരസ്വതി മേഡോ? വന്നേ, ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കോളേജില് സീയിങ്, ഷോക്കിങ്, ഷെയ്ക്കിങ്, റിമോട്ടില് പ്രസിങ്, ഷിഫറിങ് ആൻഡ് അലേർട്ടിങ്, സീറോ ബൾബ് ലുക്കിങ്, ഫ്ലാഷ് ബാക്ക്, ഫുള്ള് ഫ്ലഡ് ലൈറ്റ്. കൊള്ളാം. ക്രിക്കറ്റ് പ്ലേയിങ്, ഫുഡ് ഫിംഗർ, ഡിസ്കസ് ത്രോ. പിന്നെന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? ഡിസ്ക് കം ബാക്ക് ആൻഡ് ഹിറ്റ് ടു ഹെഡ്. മൈൻഡ് ബ്ലോക്ക്, റിമോട്ട് കംസ്. our children, our campus. അത് പിന്നെ നമ്മുടെ ക്യാമ്പസിലുള്ള പിള്ളേർക്കൊന്നും സംസാരിക്കാൻ കഴിയില്ലല്ലോ. വാ. മരിക്കുന്നതായിരിക്കും അവൻ മറക്കാൻ പാടില്ല. അടിച്ചവന്റെ മോന്ത പൊളിക്കണം. ഇനി ഒരു പെണ്ണും അവന്റെ മുഖത്തേക്ക് നോക്കരുത്. എന്താടാ പറ്റിയേ? പ്രിയ എന്ന് പറഞ്ഞൊരു സൂപ്പർ പെണ്ണാ. ഇഷ്ടമായി, പുറകെ നടന്നു. ഐ ലവ് യും പറഞ്ഞു. അവളിപ്പോ വേറെ ആരുടെ കൂടെ ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ട്. ആരാടത്? മഹേഷ്, BSc ഫൈനൽ ഇയർ. അഡ്മിഷൻ ന്യൂ ബ്രോ. റൂം നമ്പർ 119. റൂം നമ്പർ 119. Why exciting? ഫ്ലാഷ് ബാക്ക് ഫുള്ള് ടോൾഡ്. നോ വറീസ്. ഗീവ് കീസ്. ഐ വർക്ക് ഹാർഡ്. ഐ ഗോ. ഓൾ ദ ബെസ്റ്റ്. ഫിൽ ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് എഴുത്. ന്യൂ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. എന്റെ ഐപോഡ് കാണാനില്ല. എവിടെ വെച്ച് എങ്ങനെ നഷ്ടപ്പെട്ടത്? പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ ഐപോഡ് കാണാതെ. പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ ഐപോഡ് എങ്ങനെ നഷ്ടപ്പെടാ? റേഡിയോന്റെ മേളിൽ ഐപോഡ് വെച്ചിട്ട് റേഡിയോയിൽ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ ഐപോഡ് കാണാതെ. ഇനി റേഡിയോയുടെ മുകളിൽ ഒന്നും തന്നെ വെക്കണ്ട. നീ റേഡിയോ തന്നെ ഓൺ ചെയ്യാൻ പോകുന്നില്ല. ഈ മിസ്സി ഹോസ്റ്റൽ രജിസ്റ്ററിൽ എഴുതി വെച്ചോണ്ട് പോ. IPIL. എക്സാം പോലും മര്യാദക്ക് എഴുതാൻ പറ്റാത്ത എന്നെ ഐപോഡ് ഒന്ന് എഴുതിച്ചില്ലേ? സൂപ്പർ. ഈ കറണ്ടിനെ കുറിച്ച് എഴുതിയോ? കറണ്ടിനെ കുറിച്ച് ഇവിടെ എഴുതിക്കുന്ന ഹീറ്റർ പോവും. വാ. സർ, കീ സർ. ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടെ ഒരുപാട് മോഷ്ടാക്കൾ ഉള്ളതാ. അതുകൊണ്ട് സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കാൻ മറക്കണ്ട. സർ, ഞാൻ ചോദിച്ചത് കീ ആണ്. ആ റൂമിന് കീ ഒന്നുമില്ല, ചുറ്റുകയേ ഉള്ളൂ. മഹേഷ്, BSc ഫൈനൽ ഇയർ. ഞാൻ തന്നെ. എന്താ ഇത്? ആരാ നിങ്ങളൊക്കെ? എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നേ? വിട്. എന്നെ വിട്. ഇത് പെണ്ണ് കേസാ. പോയിനടാ. മോനെ പുസ്തകപ്പുഴു, നിന്നെ കാണാൻ ഭംഗിയുള്ളൊരു പെണ്ണ് വന്നിട്ടുണ്ട്. ആ എക്സ്പ്രഷൻ നിന്റെ അല്ല, എന്റെയാ. ഇത്ര വർഷമായിട്ട് ഒരു പെണ്ണ് പോലും എന്നെ കാണാൻ വന്നിട്ടില്ല. നിനക്ക് വേണ്ടി വന്നിട്ടുണ്ടെന്ന് വെച്ചാ ആ പെണ്ണിന്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ലടാ. വാ, ടേസ്റ്റ് ഇല്ലാത്ത പെണ്ണുകള്. അയ്യോ, നോക്കുന്നു. എന്തിനിവിടെ വന്ന? നിങ്ങളെ കണ്ടപ്പോ മുതൽ എന്റെ മനസ്സിനൊരു വല്ലായ്മ. മൈൻഡ് ബ്ലാങ്കായി ഉറക്കം പോലും വരുന്നില്ല. അതുകൊണ്ടാ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അങ്ങോട്ടേക്ക് എന്തിനാ നോക്കുന്നത്? നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങോട്ടേക്ക് ഒളിച്ചോടിയാലോ? ഏയ്, നിനക്കെന്താ വട്ടാണോ? അതെ, നിങ്ങളെ കണ്ട അന്ന് മുതൽ വട്ടാ. ഏയ്, പോ നോക്ക്. എടാ,
എടാ എടാ എന്താ നീ കാണിക്കുന്നേ? മനസാക്ഷിയില്ലാത്തവൻ കയ്യെന്ന് വിടറാ. എന്തിനാ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നേ? കാലുവേദന ഉള്ളതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വന്നേനെ. നിനക്ക് ഇത്ര വിവരമില്ലാതെ പോയല്ലോ. അതല്ലമ്മേ. എന്തല്ലെന്ന് ആരോട് എന്ത് സംസാരിക്കണം നിനക്ക് അറിഞ്ഞൂടാ. അത് മനസ്സിലാക്കാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മയുടെ കാലുവേദന എങ്ങനെയുണ്ട്? അതിനങ്ങ് ഒരു കുറവുമില്ല. മോൾ എനിക്ക് അതിനുള്ള മരുന്ന് തന്നു. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാ അമ്മ വേറെ ഡോക്ടർ നോക്കുന്നതായിരിക്കും. ഈ കളിയാക്കലിന് കുറവൊന്നുമില്ല. നല്ല കുട്ടിയാടാ. അതൊക്കെ പോട്ടെ, ഹോസ്റ്റലിലെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം നന്നായിട്ടുണ്ട്. ഈ പരിപ്പാണ് കുറച്ച് കൊള്ളാത്തത്. ആ പിന്നെ ചെലവിന് കാശ് വേണമെന്ന് പറഞ്ഞില്ലേ? ചേട്ടൻ നാളെ വീട്ടിൽ വന്ന് മേടിച്ചോളാൻ പറഞ്ഞു. നീ വാ മോളെ. ഇപ്പൊ വരാന്റി, വിഷമിക്കൊന്നും വേണ്ട. നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഒന്ന് കളിയാക്കണമെന്ന് കരുതിയിട്ടാ. എന്തിനാ ഫോൺ എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ വേണ്ടി. നിങ്ങളല്ലേ പറയാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് അമ്മയൊന്ന് ഫോൺ ചെയ്താ മനസ്സിനൊരു സുഖം ഉണ്ടാവുമെന്ന്. നിങ്ങളെ കുറിച്ച് ആന്റി കൊറേ പറഞ്ഞിട്ടുണ്ട്. ദൈവഭക്തി കൂടുതലുള്ള ആളാണല്ലേ. ദിവസവും അമ്പലത്തിൽ കയറിയിട്ട് അവിടുത്തെ തൈരും ചോറും കഴിച്ചിട്ടാ ഈ പരുവത്തിൽ. പോട്ടെ, വീട് മോളെ, നമുക്ക് പോകാം.